ശ്രീജിത്ത്, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പല പേരുകളും ആദ്യം പട്ടികയിൽ ഇടം പിടിച്ചു, പിന്നെ മാറി. ഇപ്പൊ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് സ്പീക്കറായി പരിഗണിക്കുമെന്നാണ് കരുതുന്നത്. അദ്ദേഹം മന്ത്രിയായി പരിഗണിക്കുമെന്നാണ് കരുതിയത്. പിന്നീട് അദ്ദേഹം സ്പീക്കറായി മാറി. ചാണ്ടിയുമ്മൻ അദ്ദേഹം ഈ മന്ത്രി പട്ടികയിൽ ഉണ്ട് എന്ന് ഏതാണ്ട് ഉറപ്പിച്ചു. പക്ഷേ അവസാന നിമിഷം വന്നപ്പോൾ അദ്ദേഹം മാറി. പിന്നെ IC ബാലകൃഷ്ണനും അൻവർ സാദത്തിനും ഒക്കെ വേണ്ടി രമേശ് ചെന്നിത്തല സമ്മർദ്ദം ചെലുത്തി. T സിദ്ദീഖിന്റെ കാര്യത്തിൽ ഒരു സംശയമുണ്ടായി. VT ബൽറാമിന്റെ പേര് സജീവമായി പരിഗണിച്ചു. യഥാർത്ഥത്തിൽ ഈ അവസാന നിമിഷത്തെ ഈ മലക്കം മറച്ചിലുകൾ, മാറ്റങ്ങൾ, ഇതിന് പിന്നിൽ KC വിഭാഗത്തിന്റെ സമ്മർദ്ദം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ശരിയാണോ? VD സതീശൻ മന്ത്രിസഭയിലെ ഭൂരിഭാഗം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കോൺഗ്രസ് മന്ത്രിമാരിൽ ഭൂരിഭാഗവും KC അനുകൂലികളായിട്ടുള്ള അല്ലെങ്കിൽ KC പക്ഷക്കാരാണ് എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? മന്ത്രിസഭയിലെ കോൺഗ്രസ് മന്ത്രിമാരിൽ 12 പേരാണുള്ളത്, മുഖ്യമന്ത്രി അടക്കം. അതിൽ 8 പേർ കൃത്യമായി KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നവരാണ്, ആ പക്ഷത്തു നിന്നുള്ളവരാണ്. അത് വാസ്തവമാണ്. എന്നാൽ ഈ അവസാന നിമിഷം OJ ജനീഷിന്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ റോജി എം ജോണിന്റെ കാര്യത്തിലും ഹൈക്കമാൻഡിന്റെ, അല്ലെങ്കിൽ നേരത്തെ ദിലീപ് സൂചിപ്പിച്ച പോലെ രാഹുൽ ഗാന്ധിയുടെ ഒരു ഇടപെടൽ വളരെ നിർണായകമായിരുന്നു. ദിലീപ് ആ പേര് പറയാത്തതുകൊണ്ട് ഞാനും ആ പേര് പറയുന്നില്ല. കാരണം പേര് പറയാതിരിക്കാൻ നമ്മൾ റിസർവ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അത്തരം റിസർവേഷൻ അല്ല, അതൊരു ഒരു തരത്തിൽ അദ്ദേഹത്തിനൊരു എന്താ ഡിഫമേറ്ററി ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒരു ചെറുപ്പക്കാരനല്ലാതെ കാണുന്നില്ല. അതുകൊണ്ടാണ്. ശരി. അപ്പോൾ ഒരു എന്റെ 50-നോട് അടുത്തൊരാൾ ആണ്. അപ്പോൾ അദ്ദേഹത്തെയാണ് ചെറുപ്പക്കാരനായി ചൂണ്ടിക്കാണിച്ചത്. അതല്ലല്ലോ ചെറുപ്പക്കാർ, ഇവിടെ മറ്റു പേരുകളുണ്ടല്ലോ. അപ്പോൾ AICCയുടെ ചോയ്സ് ആയിരുന്നു റോജി എം ജോൺ, AICCയുടെ ചോയ്സ് ആയിരുന്നു OJ ജനീഷ്. അതിന് കാരണം നേരത്തെ മന്ത്രിസഭാ രൂപീകരണ സമയത്ത് AICCക്ക് ഒരു നിഷ്കർഷയുണ്ട്. 2 ദളിത് പ്രാതിനിധ്യം വേണം, മഹിളകൾ പരമാവധി വേണം, അതോടൊപ്പം തന്നെ മറ്റ് യുവ പ്രാതിനിധ്യം വേണം. ഈ ക്രൈറ്റീരിയ വന്നപ്പോഴാണ് അവസാനത്തെ 3-ൽ ഇതിങ്ങനെ വന്നത്. അപ്പോൾ OJ ജനീഷ് ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള ആൾ കൂടിയാണ്. അപ്പോൾ 6 നായർ പ്രാതിനിധ്യം വരുമ്പോൾ ഈഴവർ 9 പേർ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് തുല്യമായ ഒരു പരിഗണന വരണം. അപ്പോൾ ഇതെല്ലാം കൂടി, പിന്നെ തൃശ്ശൂർ ജില്ലയ്ക്ക് ഒരു പ്രാതിനിധ്യമില്ല, കോഴിക്കോട് ജില്ലയ്ക്ക് ഒരു പ്രാതിനിധ്യമില്ല. എന്നാൽ കോഴിക്കോടുകാരനായ സിദ്ദിഖിനെ മലബാറിൽ ചേർത്താണ് കോഴിക്കോടിന്റെ കാര്യം ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് പെരുവണ്ണ സ്വദേശിയാണ് സിദ്ദിഖ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെയാണ് ഈ രീതി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ അവസാന നിമിഷം വരുമ്പോൾ ഷാനിമോൾ ഉസ്മാനെയും VT ബൽറാമിനെയും മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ VD സതീഷിന് താല്പര്യമുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ചോയ്സുമായിരുന്നു. എന്നാൽ അത് സാമുദായിക ഇക്വേഷൻസ്, മറ്റ് താല്പര്യങ്ങൾ, മറ്റ് സാമൂഹിക ഘടകങ്ങൾ, ഇതെല്ലാം കൂടി വന്നപ്പോഴാണ് ഈ അവസാനത്തെ റോജി എം ജോണിന്റെ പേരും OJ ജനീഷിന്റെ പേരും KA തുളസിയുടെ പേരും വന്നത്. അപ്പോൾ ഒരേ സമയം ദളിതും വനിത എന്നുള്ളൊരു പരിഗണന തുളസിക്ക് ലഭിച്ചു. അതുകൊണ്ടാണ് തുളസി മന്ത്രിസഭയിലേക്ക് വന്നതും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ ആയത്. എന്നാൽ അതായത് VD സതീശൻ ഈ കാര്യം പറഞ്ഞു, സോഷ്യൽ ഫാക്ടേഴ്സും റീജിയണൽ ഫാക്ടേഴ്സും ഒക്കെ പരിഗണിച്ചിട്ടാണ് ഈ പട്ടിക തയ്യാറാക്കിയെന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ. ഞാൻ അതൊരു വന്ന പോയിന്റ് പൂർത്തിയാക്കിയിട്ട് പറയാം. അതായത് 1960 മുതൽ 64 വരെ കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് നഫീസത്ത് ബീവി ഇരുന്നിട്ടുണ്ട്. നഫീസത്ത് ബീവിക്ക് ശേഷം കേരളത്തിലെ ഒരു മുസ്ലിം വനിത ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് വരികയാണ്. വളരെ മനോഹരമായ ഒരു തീരുമാനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം അത്രയ്ക്ക് ഒരു പാരമ്പര്യം. അതിനു മുമ്പ് കായംകുളത്തു നിന്നുള്ള, എൻ്റെ നാട്ടിൽ നിന്നുള്ള കായംകുളത്തു നിന്നുള്ള ഒരു ആയിഷ ബീവി 57-ലെ സർക്കാരിൽ ഡെപ്യൂട്ടി സ്പീക്കർ ആയിട്ടുണ്ട്. അപ്പോൾ അത് കേരളത്തിലെ മുസ്ലിം പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ മുസ്ലിം പൊതുരാഷ്ട്രീയത്തിൽ മുസ്ലിം വിഭാഗം ചെയ്ത സംഭാവനയെക്കുറിച്ച് ഓർക്കുന്ന ഘട്ടത്തിലൊക്കെ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഇപ്പോൾ മറ്റു ചില ഭാഷ്യങ്ങൾ ചമയ്ക്കുന്നവർക്കുള്ള ഏറ്റവും മനോഹരമായ മറുപടിയായിട്ടാണ് ഞാൻ ഷാനിമോൾ ഉസ്മാന്റെ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്കുള്ള കടന്നുവരവിനെ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.